ബദരീനാഥിൽ ചെന്നാൽ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ക്ഷേത്രത്തിന് മുകൾ ഭാഗത്തുള്ള ചരൺപാതുക എന്ന ഭാഗം. ഭഗവാന്റെ പാദസ്പർശം ഈ ഭൂമിയിൽ ആദ്യമുണ്ടായ സ്ഥലമാണത്രേ ഇത്. ഒരു വലിയ പാറക്കെട്ടിന് വശത്തായി 2 വലിയ പാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്നതും കാണാം. ബദരി ക്ഷേത്രത്തിൽ നിന്നും നീലകണ്ഠ പർവ്വതത്തിലേക്കുള്ള പാതയിലാണ് ഈ ചരൺപാതുക എന്ന ഭാഗമുള്ളത്. ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള ഭാമിനി ഗ്രാമം വഴി ഏതാണ്ട് 7 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഗുപ്തഗംഗ ഗുഹയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഭാഗവും സ്ഥിതി ചെയ്യുന്നത്. വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ ഭൂമിയിലേക്ക് ആദ്യം കാലുകുത്തിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3380 മീറ്റർ ഉയരത്തിലാണ് ഈ ചരൺപാതുക സ്ഥിതി ചെയ്യുന്നത്. ചരൺപാതുകയിൽ നിൽക്കുമ്പോൾ തന്നെ നീലകണ്ഠ പർവ്വതത്തിന്റെ പൂർണ്ണ രൂപവും നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും ഹിമാലയൻ പർവ്വതനിരകളും പുൽമേടുകളും താഴ്വരകളും ശാന്തതയും ഒക്കെ ചേർന്ന് സ്വർഗീയമായ ഒരു അനുഭവമാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുക. ഭാഗവതത്തിലെ ഉദ്ധവഗീതയിൽ ഒരു കഥ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരമഭക്തനും സുഹൃത്തുമായ ഉദ്ധവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അത്യന്തം ദുഃഖിതനായി ഭഗവാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് മാർഗനിർദ്ദേശം തരുവാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു. ഉദ്ധവരുടെ ദുഃഖം കണ്ട ഭഗവാൻ തൻ്റെ ആത്മീയ ജ്ഞാനം ഉദ്ധവർക്ക് ഉപദേശം നൽകി. അതാണ് ഉദ്ധവഗീത. ഭഗവാൻ പറഞ്ഞു, എൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യാദവകുലം തമ്മിൽ തല്ലി നശിക്കും. ദ്വാരകാപുരി വരുണദേവൻ കീഴടക്കും. എന്നാൽ നീ അതിനു മുൻപ് ബദര്യാശ്രമത്തിലേക്ക് എത്തണം. ഞാൻ അവിടെ ഉണ്ടാകും. ഇതും പറഞ്ഞ് ഭഗവാൻ തൻ്റെ പാദുകങ്ങൾ ഉദ്ധവർക്ക് നൽകി. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉദ്ധവർ കുബേരന്റെ രാജധാനിയായ അളകാപുരിയിൽ നരനാരായണന്മാർ തപസ് ചെയ്ത പുണ്യഭൂമിയിലേക്ക് തൻ്റെ ഗുരുനാഥന്റെ മെതിയടികളും ശിരസിലേന്തി പൂർണ്ണപ്രജ്ഞനായ ഉദ്ധവർ എത്തിച്ചേർന്നു. ഭഗവാൻ ബദരിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരാളും ഉദ്ധവർ മാത്രമാണ്. ബദര്യാശ്രമത്തിലെത്തിയ ഉദ്ധവർ ഭഗവാൻ പണ്ട് തപസ് ചെയ്തിരുന്ന ആ വലിയ ശിലയിൽ ആ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം. എന്തായാലും ചരൺപാതുകയിൽ ഭഗവാന്റെ പാദസ്പർശം നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ ശിലയുടെ പുറകുവശത്തും 2 പാദമുദ്രകൾ കാണാൻ കഴിയും.